വീഡിയോ വന്നിട്ട് വെയിറ്റ് ഗെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അതായത് അണ്ടർ വെയ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കുറച്ച് ബോഡി ഷെയ്മിങ്, പിന്നെ എനിക്ക് ഫിസിക്കലി എനിക്ക് വന്നിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോൾ എത്ര മാസം എടുത്തിട്ട് ഞാൻ വെയിറ്റ് കൂടിയത്, എങ്ങനെയാണ് കൂടിയത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവർക്കും എൻ്റെ ചാനലിലോട് സ്വാഗതം. എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആയതുകൊണ്ട് അതിൻ്റേതായ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ. ക്യാമറയിൽ നോക്കി സംസാരിക്കുക, പിന്നെ വോയിസിൻ്റെ ഇഷ്യൂസ്, ക്ലിയർ ഒക്കെ പ്രശ്നം ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് കുറച്ച് ബെറ്റർ ആക്കാം. ഓക്കെ, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ മെയിനായിട്ട് എൻ്റെ യൂട്യൂബിൽ ഇടാൻ പോകുന്ന കണ്ടൻസ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഗെയിൻ റിലേറ്റഡ്, സെൽഫ് കെയർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. ബ്യൂട്ടി റിലേറ്റഡ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വെയിറ്റ് ഗെയിൻ ആണ്. സോ വെയിറ്റ് ഗെയിൻ എന്ന് പറയുമ്പം ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന ടൈമിലായിരുന്നു ഞാൻ വെയിറ്റ് കൂടിയത്. പക്ഷെ ഞാൻ അറിഞ്ഞില്ലായിരുന്നു എനിക്ക് വെയിറ്റ് വെച്ച കാര്യം. കാരണം 1 മാസം കൊണ്ടാണ് ഞാൻ വെയിറ്റ് കൂടിയത്. പുറത്തുള്ളവരൊക്കെ പറയും പഠിച്ചല്ലോ, പക്ഷെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ലായിരുന്നു. അങ്ങനെ പിന്നെ ക്ലാസ് തുടങ്ങുമ്പോൾ അറിയാമല്ലോ, നമ്മൾ സ്വാഭാവികമായിട്ടും മെലിയും, ഫുഡൊക്കെ ഫുള്ള് തെറ്റുമ്പോൾ മെലിയും. അങ്ങനെ ഡിഗ്രി തേർഡ് ഇയറൊക്കെ ആയപ്പോൾ കൊറോണ കുറേയൊക്കെ പോയി. അപ്പോൾ ഞങ്ങൾക്ക് ജൂൺ തൊട്ടേ ക്ലാസ് ഉണ്ടായിരുന്നു. സോ ആ ടൈമിൽ ഞാൻ ഡ്രൈവിങ് പഠിക്കാൻ പോയി. അങ്ങനെ ഡ്രൈവിങ് പഠിക്കാൻ പോകുമ്പോൾ ഒരു വെയിലത്തുണ്ടാവുക, അങ്ങനെ വെയിലത്ത് ആകെ കറുത്ത് പോയി. പോരാതെ നമ്മൾ രാവിലെ ഡ്രൈവിങ്ങിന് പോയാലും നമ്മൾ ചിലപ്പോൾ ഉച്ചയ്ക്കൊക്കെ ആവും നമുക്ക് ബൈക്ക് ഓടിക്കാൻ കിട്ടും. സോ ആ ബൈക്ക് എന്ന് പറയുന്നത് നമ്മൾ നട്ടപ്പൊരു വെയിലത്താണ് ബൈക്കൊക്കെ ഓടിക്കേണ്ടത്. എനിക്കായി കറുത്ത് പിന്നെ ഫുഡ് കഴിക്കാനിട്ട് അങ്ങനെ വരും. അങ്ങനെ ക്ഷീണിച്ചപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, ഞാൻ തടിച്ചിരുന്നു എന്ന്. അങ്ങനെ പിന്നെ ഞാൻ കുറേ കഷ്ടപ്പെട്ട് ഓരോന്ന് ചെയ്ത് ടാനൊക്കെ റിമൂവ് ചെയ്ത്. പക്ഷെ എനിക്ക് തടിക്കാൻ പറ്റിയിരുന്നു. കാരണം നമ്മൾക്ക് തടിക്കണമെങ്കിൽ കുറച്ച് ടൈം വേണം. നമുക്ക് ഈ ക്ലാസ് എനിക്ക് തേർഡ് ഇയർ പഠിക്കുമ്പോഴായിരുന്നു കംപ്ലീറ്റ് ഫസ്റ്റ് സെം സെക്കൻഡ് സെം അങ്ങനത്തെ എക്സാമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടൈമില്ലായിരുന്നു പഠിക്കാനുള്ളത് കൊണ്ട്. ഫുഡ് അങ്ങനെയൊന്നും വല്ലാണ്ട് കെയർ ചെയ്തില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഫുള്ള് ഡിപ്രഷനിലായി. ഡിഗ്രി കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണം, എന്ത് പഠിക്കണം, എന്ത് പഠിച്ചാൽ നമുക്കൊരു നല്ല കരിയർ കിട്ടും, അങ്ങനെ ഫുള്ള് അതിൻ്റെ ഒരു ടെൻഷനിലായിരുന്നു. അങ്ങനെ പിന്നെ ആ വർഷം അങ്ങനെ പോയി. അപ്പോൾ പിന്നെ ഒരു ജനുവരി ഒക്കെ ആയപ്പോൾ, അതായത് 2024 ജനുവരി 16-ാം തീയതി ആയപ്പോൾ ഞാൻ ഫിക്സ് ചെയ്തു, ഓക്കെ എനിക്ക് വെയിറ്റ് കൂട്ടിയേ പറ്റും. കാരണം എനിക്ക് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് വന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് പീരീഡ്സ് പെയിൻ ഇല്ലായിരുന്നു. ആദ്യമൊന്നും എനിക്ക് പീരീഡ്സ് പെയിൻ ഇല്ലായിരുന്നു. ഞാൻ ബോക്സിങ്ങൊക്കെ പോയ ആളാണ്, ബോക്സിങ്ങിന് സ്റ്റേറ്റിലൊക്കെ പോയ ആളാണ്. അപ്പോൾ എൻ്റെ സ്റ്റേറ്റ് മാച്ചിൻ്റെ ടൈമിൽ എനിക്ക് പീരീഡ്സ് ആയിരുന്നു. പക്ഷെ എനിക്ക് ഒരു വേദനയും ഇല്ലായിരുന്നു. ഞാൻ മാച്ചിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയായിരുന്നു. പക്ഷെ എനിക്ക് ഡിഗ്രിയൊക്കെ ഒരു തേർഡ് ഇയറൊക്കെ ആയപ്പോഴാണ് പീരീഡ്സിൻ്റെ പെയിനൊക്കെ വന്നത്. പക്ഷെ ഞാൻ വിചാരിക്കും ഓക്കെ എല്ലാവരും പറയുന്നല്ലേ പീരീഡ്സ് പെയിൻ, അങ്ങനെ ആയിരിക്കും വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞാൻ ജനുവരിയിൽ വെയിറ്റ് ഗെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ മെയിൻ റീസൺ ഇതന്നെയായിരുന്നു. എൻ്റെ പീരീഡ്സ് ഭയങ്കര പെയിൻ ഗൈസ്, ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞാൽ ചത്താൽ മതി എന്ന് പറഞ്ഞാൽ അത്ര പെയിനായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഛർദിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കറിയാം പീരീഡ്സ് ഓക്കെ ആയി. ഞാൻ രാവിലെ ഒന്നും കഴിക്കില്ല. കാരണം ഇപ്പോൾ ചായ കുടിച്ചാലും അത് ഛർദിക്കുമ്പോൾ ചിലപ്പം മൂക്ക് കൂടിയൊക്കെ വന്നാൽ തലയിലൊക്കെ കയറുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇതുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ രാവിലെ ഒന്നും കഴിക്കില്ല. എന്നിട്ട് ആ ഛർദിച്ച് തീരുന്നവരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യും. ഛർദിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ വിചാരിച്ചിട്ട്. അല്ല എനിക്ക് കഴിക്കാനേ പറ്റില്ല കേട്ടോ ഛർദിക്കുമ്പോൾ. അത് ഞാൻ കഴിക്കുന്ന അതേപോലെ ഞാൻ പോയി ഛർദിക്കും, അങ്ങനെയായിരുന്നു. പിന്നെ അതേപോലെ ബാത്റൂമിലായിരിക്കും, ഫുൾ ടൈം ബാത്റൂമിലായിരിക്കും. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി ഇങ്ങനെ നിന്നാൽ പറ്റില്ല, വെയിറ്റ് കൂട്ടണം. അങ്ങനെ ഞാൻ തീരുമാനിച്ച് 16-ാം തീയതി തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ കൺസിസ്റ്റൻസി ആയിട്ട് ഫുഡ് കഴിക്കുമായിരുന്നു. ഫുഡ് കഴിക്കുന്ന പറഞ്ഞാൽ ഇപ്പോൾ രാവിലെ എണീച്ചാൽ ഫുഡ് കഴിക്കും, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, പിന്നെ 11 മണിയാകുമ്പോൾ ഒന്ന് കഴിക്കും, ഉച്ചയ്ക്ക് 12:30-ക്ക് കഴിക്കും, 3:30-ക്ക് കഴിക്കും, വർക്കൗട്ട് കഴിഞ്ഞിട്ട് കഴിക്കും, സാധാ ഡിന്നർ കഴിക്കും ഒരു 8:30-ക്ക് ആകുമ്പം, പിന്നെ പാലും കുടിക്കും. അങ്ങനെ 8 മീൽസായിരുന്നു ഞാൻ എടുത്തിരുന്നത്. അങ്ങനെ 8 മീൽസൊക്കെ കഴിച്ച് വർക്കൗട്ടൊക്കെ ചെയ്ത് അങ്ങനെ വരുമ്പം ഞാൻ അങ്ങനെ എന്നും കണ്ണാടി പോയി നോക്കും,
ഇവിടെ തടിച്ചോ ഇവിടെ തടിച്ചോ ഇങ്ങനെ നോക്കും. ഞാൻ തടിച്ചെന്ന് പെട്ടെന്ന് മനസ്സിലായ എൻ്റെ കവിളാണ്, എനിക്ക് കവിള അത്യാവശ്യമുണ്ട്. അപ്പോൾ തടിച്ചാൽ പെട്ടെന്ന് കവിള മനസ്സിലാവുക. അപ്പോൾ ഇങ്ങനെ കവിളിങ്ങനെ വലിച്ചോ തടിച്ചോ തടിച്ചോന്ന്. പക്ഷെ അങ്ങനെ വലിയ മാറ്റമില്ലായിരുന്നു. അങ്ങനെ ഒരു ഫെബ്രുവരി എനിക്ക് തോന്നും ഫെബ്രുവരി ഒരു 9 or 10 ആയപ്പം എനിക്ക് ചേഞ്ച് വന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഡ്രസ്സിൻ്റെ സൈസൊക്കെ മാറി. നമുക്കറിയാമല്ലോ, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് ടൈറ്റ് ആകുമ്പോൾ, അപ്പം ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന ഡ്രസ്സൊക്കെ എനിക്ക് ടൈറ്റായി എന്ന് മാത്രമല്ല എനിക്ക് ശ്വാസം കിട്ടാത്തേ ഇങ്ങനെ ആയിപ്പോയി, കാരണം ടൈറ്റായിട്ടേ. അങ്ങനെ പിന്നെ ഞാനിങ്ങനെ പോയി ഇങ്ങനെ കുത്തി നോക്കുമ്പം ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ എല്ലുണ്ടാവില്ലേ, കവിളിൻ്റെ അടുത്ത എല്ല്, അത് തട്ടുന്നുണ്ടോ നോക്കും. അപ്പോൾ ആ ടൈമിൽ ഞാൻ തട്ടുന്നില്ലായിരുന്നു. അതേപോലെ കുറച്ച് ഞാനിങ്ങനെ അമ്മനോട് ചോദിക്കും, തടിച്ചോ എന്നും പോയി ചോദിക്കും, തടിച്ചോ എന്തെങ്കിലും മാറ്റമുണ്ട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു. പക്ഷെ ഫെബ്രുവരി ആയപ്പം അമ്മ പറഞ്ഞു തടിച്ചിട്ടുണ്ട്. കാരണം ഞാൻ അത്രയും ഇങ്ങനെ ഉണങ്ങിപ്പോയിരുന്നു, കുഴപ്പമില്ലാത്ത ഇതിലിരുന്ന്. പക്ഷെ ഇങ്ങനെ ടെൻഷനും കൂടി വരുമ്പേ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ക്ഷീണിച്ചു പോകും. ഫുഡ് കഴിച്ചാലും നമ്മൾ ക്ഷീണിക്കും ടെൻഷൻ ഉണ്ടെങ്കിൽ. അങ്ങനെ പിന്നെ ആ ടൈമിൽ ടെൻഷൻ ഇല്ലായിരുന്നു, കാരണം എൻ്റെ മെയിൻ ഫോക്കസ്